ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ആക്റ്റീവ 3Gയുടെ ജനറൽ സർവീസിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും ക്ലച്ചും നമ്മൾ അഴിക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ, എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് പൊല്യൂഷൻ്റെ ടെസ്റ്റ് കൂടി നടത്താനുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ പൊല്യൂഷൻ ഓൾറെഡി ഫെയിൽഡാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റി പുതിയതാണ് യൂസ് ചെയ്യണം കേട്ടോ. കാർബറേറ്റർ നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം. കാരണം കാർബറേറ്റർ നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്നതല്ല, അഡീഷണൽ വന്ന വർക്കാണ്. അപ്പോൾ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി കാർബറേറ്റർ ട്യൂൺ ചെയ്തിട്ട് നമുക്ക് പൊല്യൂഷൻ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ബെൽറ്റാണ്, പൊട്ടലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. പിന്നെ ക്ലച്ച് ഭാഗത്തേക്ക് നോക്കുമ്പോൾ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി റോളറൊക്കെ ശരിക്കും തേമാനമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി കുറച്ചുകൂടി ഓടട്ടെ. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നോക്കിയിട്ട് നമുക്ക് മാറ്റാം. പിന്നെ ബെൻഡെക്സ് യൂണിറ്റാണ്, ചെക്ക് ചെയ്യുമ്പോഴും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇതതിൻ്റെ ബാക്കിൽ വന്ന വെയിറ്റ് സെറ്റ് യൂണിറ്റോട് വന്ന യൂണിറ്റാണത്. അത് നിലവിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് എടുത്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിലെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയതാണ്. അത് കഴിഞ്ഞാൽ ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് നമ്മൾ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആകും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു നനവ് കാണുന്നുണ്ട് ഓയിലിൻ്റെ. പിന്നെ അതേപോലെ ഫ്രണ്ട് ബുഷ് സെറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ കുഷ്യൻ അസംബ്ലിയുടെ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന ലിങ്ക് ആയാലും നമുക്കൊന്ന് അഴിച്ച് ഈ സൈഡ് ഇച്ചിരി പ്ലേ കാണിക്കണം. ആ ലിങ്കിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പ്രകാരം ലിങ്ക് ബുഷ് സെറ്റപ്പാടി മാറണ്ട, കോളർ മാത്രം മാറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറാണ്, കമ്പനി ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ഓൾറെഡി നമുക്ക് ബാറ്ററി ആയാലും പുതിയ ബാറ്ററിയാണ്, വലിയ പഴക്കമായിട്ടില്ല. 2024 എൻ്റെ ഇയർ കിടക്കുന്നത്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, ഓക്കെ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ നിലവിൽ മീറ്ററിൻ്റെ ഒരു ബൾബ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാണ്ട് എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വൈറ്റ് ഗേയുടെ ഒരു ഇതാണ്, ആ യൂണിറ്റാണ്. അതിൻ്റെ വാൽവ് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പൊട്ടൽ ബ്ലാസ്റ്റിംഗ് സൗണ്ട് പോലെ കാണിച്ചിട്ടിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്നത് എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഫ്രണ്ടിലെ ബുഷ് കോളർ മാറുന്നുണ്ട്, ഗ്രീൻ ബുഷ് മാറുന്നുണ്ട്, എയർ ഫിൽറ്ററും പ്ലഗും സെക്കൻഡറി ഫിൽറ്ററും. അതാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. അത്രയായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ജനറൽ സർവീസിൻ്റെയും ഈ പാർട്സുകളുടെയും പൊല്യൂഷൻ്റെയും ഓയിൽ ചേഞ്ച് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയി വിളിക്കാം. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കാം.